ഹലോ ഫ്രണ്ട്സ്, 2021 SSLC ഫൈനൽ എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആകെ 6 ചോദ്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്നും 2021 SSLC ഫൈനൽ എക്സാമിന് വന്നിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം, അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 2 ഈസ്, പൊതുവ്യത്യാസം 2 സമാന്തര ശ്രേണി ഏതാണ്? ഇവിടെ നമുക്ക് 4 അരിത്മെറ്റിക് സീക്വൻസ് അഥവാ 4 സമാന്തര ശ്രേണികൾ തന്നിട്ടുണ്ട്. ഇതിൽ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 2 അരിത്മെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുത്തെ ഓരോ സീക്വൻസിന്റെയും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായി പോവുകയാണ്. ആദ്യത്തെ അരിത്മെറ്റിക് സീക്വൻസ് 7, 10, 13 എക്സെട്ര. ഇതിന്റെ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കാണുക? d ഈക്വൽ ടു സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദം ഏതാണ്? 10 ആണ്. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 7 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? 10 മൈനസ് 7, 10ൽ നിന്ന് 7 പോയാൽ 3. അതായത് ആദ്യത്തെ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട അരിത്മെറ്റിക് സീക്വൻസ് ഏതാണ്? 2 കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല ഉത്തരം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുകയാണ്. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കാണുക? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഇവിടെ സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദം 5 ആണ്. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 7 ആണ്. 5ൽ നിന്നും 7 പോയാൽ എത്രയാണ്? ഇവിടെ ചെറുതിൽ നിന്ന് വലുതാണ് കുറയ്ക്കുന്നത്. അപ്പോൾ -2. അതുകൊണ്ട് എന്തല്ല, ഓപ്ഷൻ ബിയും ഉത്തരമല്ല. ഇനി ഓപ്ഷൻ സി ആണ് നോക്കുന്നത്. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദം 9, ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 7. 9ൽ നിന്നും 7 പോയാൽ എത്രയാണ്? 2. അതായത് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അതേതാണ്? 7, 9, 11 എക്സെട്ര. അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആൻസർ ഏതാണ്? 7, 9, 11 എക്സെട്ര. ഈ 4 അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികളിൽ ഈ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 2 ആയിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 3n + 2. 3n + 2 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും പൊതുവ്യത്യാസവും എഴുതുക. ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കണ്ടെത്തുക? ഇക്വേഷൻ എന്താ? dn + f - d. ഈ ഒരു ഇക്വേഷനിൽ ഡിന്റെ സ്ഥാനത്തും എഫിന്റെ സ്ഥാനത്തും അതിൻ്റെതായ വാല്യൂസുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം അഥവാ ആൾജിബ്രായിക് ഫോം കണ്ടെത്താം. ഇനി ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം തന്നിട്ട് നിങ്ങളോട് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എങ്ങനെയാണ് കണ്ടെത്തുക? ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോമിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും? an + b എന്നൊരു ഫോർമാറ്റിലായിരിക്കും ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം ഉണ്ടാവുന്നത്. ഈ ഒരു ബീജഗണിത രൂപത്തിൽ നിന്നും എങ്ങനെയാണ് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടെത്തുക? അതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് n-ന്റെ കൂടെയുള്ള സംഖ്യ. ഓക്കെ, ഇവിടെ n-ന്റെ കൂടെ a ആയതുകൊണ്ട് കോമൺ ഡിഫറൻസ് a. ഇനി ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എങ്ങനെയാണ് കണ്ടെത്തുക? ഈ n-നെ അങ്ങ് ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി എന്തൊക്കെയാ? a + b. അത് തന്നെയാണ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. ഇവിടെ മൈനസ് ആണെങ്കിലോ a - b. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഒരു ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും പൊതുവ്യത്യാസവും ആദ്യ പദവും കണ്ടെത്തുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് 3n + 2 എന്നാണ് ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയായിരിക്കും? n-ന്റെ കൂടെയുള്ള സംഖ്യ ഏതാ? 3. ഇനി ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയായിരിക്കും? ഈ n അങ്ങ് ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി എന്തൊക്കെയാ? 3 + 2. 3 + 2 എത്രയാണ്? 5. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അതായത് 3n + 2 എന്ന ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം വരുന്ന അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് 3 ആണ്. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 5 ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം. What is the 10th term of the arithmetic sequence a + 1, a + 2, a + 3 etc. അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. a + 1, a + 2, a + 3
എക്സെട്ര. ഇതാണ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി. അതായത് ഇതിൽ ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് എന്റെ കൂടെ 1 കൂട്ടിയതാണ്. രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് എന്റെ കൂടെ 2 കൂട്ടിയതാണ്. മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് എന്റെ കൂടെ 3 കൂട്ടിയതാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ 10ാമത്തെ പദം എത്രയായിരിക്കും? എ എന്ന ലെറ്ററിന്റെ കൂടെ 10 കൂട്ടിയതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? 10th ടേം അഥവാ 10ാം പദം എന്ന് പറയുന്നത് a+10 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്? അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാനാണ്. കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദം മൈനസ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ സെക്കൻഡ് ടേം ഏതാണ്? a+2 മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ്? a+1 ഈക്വൽ ടു a+2. ഈ മൈനസ് എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള എല്ലാ ടേംസിനും ബാധകമാണ്. അപ്പൊ നമുക്ക് ഈ മൈനസ് എല്ലാ ടേമിനും ഇട്ട് കൊടുക്കണം. അതായത് മൈനസ് a, ഇനി ഈ മൈനസും പ്ലസും മൈനസ് ഉള്ളിലേക്ക് എടുത്താൽ -1 ഈക്വൽ ടു a മൈനസ് a എന്തായി? 0. 2 - 1 1. അതായത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 1. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 1 ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? റൈറ്റ് ദ ആൾജിബ്രായിക് ഫോം ഓഫ് ദ എബവ് സീക്വൻസ്. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതാനുള്ള ഇക്വേഷൻ എന്താ? dn പ്ലസ് f മൈനസ് d. ഇതിലെ d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 1 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം ഏതാണ്? a+1 എന്നാണ്. അപ്പൊ നമുക്ക് ഡിന്റെയും എഫിന്റെയും സ്ഥാനത്ത് വാല്യൂസുകൾ ഇട്ട് കൊടുക്കാം. d1 n. അതുപോലെ ഒരു ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതുന്ന സമയത്ത് n ഒരു വാല്യൂ ഇട്ട് കൊടുക്കരുത്. n അതുപോലെ എടുത്തെഴുതണം. പ്ലസ് f എത്രയാണ്? ആദ്യ പദം a+1 മൈനസ് d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 1 ഈക്വൽ ടു 1 × n നമ്മൾ n തന്നെ എഴുതുന്നു. പ്ലസ് a+1 - 1 പ്ലസ് 1 - 1 എന്തായി? 0 ആയി. ബാക്കി എന്താ? a. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എത്രയാണ്? n+a എന്നാണ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. Fill up the empty cells of the given square such that numbers in each row, each column and both diagonals form arithmetic sequences. തന്നിരിക്കുന്ന ചതുരത്തിൽ ഓരോ വരിയിലും ഓരോ നിരയിലും കോണോട് കോണും സമാന്തര ശ്രേണി ആകുന്ന വിധത്തിൽ ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ കണ്ടെത്തുക. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 3, 7, 13 ഇങ്ങനെ 3 കോളത്തിലെ സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? ഓരോ റോസും അതുപോലെ ഓരോ കോളംസും അതുപോലെ ഡയഗണൽസും എന്തായിരിക്കണം? അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലായിരിക്കണം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് കാണുക? നമ്മൾ ആദ്യം തന്നെ മിഡിൽ ടേം അഥവാ മധ്യപദം അഥവാ മധ്യപദങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് ഫസ്റ്റത്തെ ടേംസുകൾ കാണാനായിട്ട് പോകുന്നത്. ഇവിടെ ഫസ്റ്റ് ടേം ഉണ്ട്, സെക്കൻഡ് ടേം നമുക്ക് തന്നിട്ടില്ല, തേർഡ് ടേമും തന്നിട്ടുണ്ട്. അതായത് 3-13. ഓക്കെ, 3-13 ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. മിഡിൽ ടേം അഥവാ മധ്യപദം കാണാൻ നമുക്കൊരു ഇക്വേഷൻ അറിയാം. മിഡിൽ ടേം ഈക്വൽ ടു മധ്യപദം കാണാനുള്ള ഇക്വേഷൻ എന്താ? സെക്കൻഡ് ടേം ആണ് കാണണ്ടെങ്കിൽ ഫസ്റ്റ് ടേമും തേർഡ് ടേം അതായത് ഈ മിഡിൽ ടേമിന്റെ പിന്നിലും മുന്നിലുമുള്ള ടേംസുകൾ കൂട്ടി അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, അതായത് ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം ഡിവൈഡഡ് ബൈ 2. ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം ഒന്നാം പദത്തെയും മൂന്നാം പദത്തെയും കൂട്ടി അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹരിച്ചാൽ നമുക്ക് മിഡിൽ ടേം കിട്ടും. അപ്പൊ നമുക്ക് ഈ ഒരു ടേം എങ്ങനെ കാണാം? 3ഉം 13ഉം കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ പോരെ? 3 + 13 ഹരിക്കണം 2. 3ഉം 13ഉം കൂട്ടിയാൽ 16. 16 ഹരിക്കണം 2 എത്രയാ? 8. അതായത് ഈ ടേം 8 ആണ്. അപ്പൊ നമുക്ക് 3ന്റെയും 13ന്റെയും ഇടയിലുള്ള ടേം കിട്ടി 8. ഇനി അതുപോലെ നമുക്ക് 3ന്റെയും 7ന്റെയും ഇടയിലുള്ള ടേം കണ്ടുപിടിക്കണം. 3-7 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് കാണുക? മിഡിൽ ടേം അഥവാ മധ്യപദം കാണാനുള്ള ഇക്വേഷൻ ഫസ്റ്റ് ടേമിനെയും തേർഡ് ടേമിനെയും കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ മതി.
അപ്പൊ 3 + 7 ഹരിക്കണം 2. 3ഉം 7ഉം കൂട്ടിയാൽ 10. 10 ഹരിക്കണം 2 എത്രയാണ്? 5. അതായത് 3ന്റെയും 7ന്റെയും ഇടയ്ക്കുള്ള ടേം അഥവാ പദം ഏതാ? 5 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടേക്കും ഉള്ളത് കിട്ടി. ഇനി നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ നമുക്ക് 7, 13 നമ്മളിവിടെ തന്നിട്ടുണ്ട്. ഡയഗണൽസും അരിത്മെറ്റിക് സീക്വൻസിലാവണം. ഓക്കെ, അപ്പൊ ഡയഗണൽസ് അരിത്മെറ്റിക് സീക്വൻസിലാവണമെങ്കിൽ ഇതും അരിത്മെറ്റിക് സീക്വൻസിലാവണമെന്നല്ലേ? അതായത് 7ന്റെയും 13ന്റെയും ഇടയിലുള്ള നമ്പർ ആണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 7-13 മിഡിൽ ടേം കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? ഫസ്റ്റ് ടേമും തേർഡ് ടേമും കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 7ഉം 13ഉം കൂട്ടിയാൽ എത്രയാണ്? 20. 20 ഹരിക്കണം 2 എത്രയാ? 10. അതായത് 7ന്റെയും 13ന്റെയും ഇടയിലുള്ള ടേം അഥവാ പദം ഏതാ? 10. 7ന്റെയും 13ന്റെയും ഇടയിൽ 10. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് കിട്ടിയില്ലേ? ഇനി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? അതായത് ഇവിടെ 8ഉം 10ഉം അടുത്ത ടേം ഏതായിരിക്കും? അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് 8, 10. തേർഡ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം 8ന്റെ കൂടെ 2 കൂട്ടിയപ്പോഴാണ് നമുക്ക് 10 കിട്ടുന്നത്. അപ്പൊ 10ന്റെ കൂടെ വീണ്ടും 2 കൂട്ടിയാൽ നമുക്ക് അടുത്ത ടേം കിട്ടില്ലേ? എത്രയാണ്? 10 + 2 12. അതായത് 8, 10 ഇവിടെ ഏത് വരും? 12. ഓക്കെ, ഇനി അടുത്തതോ നമുക്കത് എങ്ങനെ കണ്ടുപിടിച്ചൂടെ? അതായത് 5, രണ്ടാമത്തെ ടേം 10, മൂന്നാമത്തെ ടേം എങ്ങനെ കാണാം? 5ന്റെ കൂടെ വീണ്ടും 5 കൂട്ടുമ്പോഴാണ് നമുക്ക് 10 കിട്ടുക. അപ്പൊ 10ന്റെ കൂടെ വീണ്ടും +5 ചെയ്താൽ നമുക്ക് ഈ ഒരു ടേം കിട്ടില്ലേ? 10 + 5 15. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 5, 10, 15. ഇനി ലാസ്റ്റ് ഈ ഒരു കോളമാണ് കണ്ടുപിടിക്കാനുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലോ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ 13, 15, ഈ ഒരു ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് 13ന്റെ കൂടെ 14, 15 അതായത് 2 കൂട്ടുമ്പോഴാണ് നമുക്ക് 15 കിട്ടുന്നത്. അപ്പൊ 15ന്റെ കൂടെ വീണ്ടും 2 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു സംഖ്യ കിട്ടും. ഏതാ? 17. 15ന്റെ കൂടെ 2 കൂട്ടിയാൽ 17. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ഒരു സംഖ്യ 17. ഇങ്ങനെയുള്ള ഒരു ടേബിൾ ഫില്ല് ചെയ്യുക. ഇതിൽ മിഡിൽ ടേം കാണാനുള്ള ഇക്വേഷൻ ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. എങ്ങനെയാണ് മിഡിൽ ടേം കാണാം? ഫസ്റ്റ് ടേമും തേർഡ് ടേമും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിഡിൽ ടേം കിട്ടും. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ ഫുൾ ടേംസുകൾ മിഡിൽ ടേമിലാണ് കാണുന്നത്. പിന്നെ നമ്മൾ പകുതി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ടേബിൾ പകുതി നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസുകൾ കൂട്ടിയിട്ടുള്ള ആ ഒരു തിയറം യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒന്നാമത്തെ ചോദ്യം എന്താ? റൈറ്റ് ദ 5th ലൈൻ ഓഫ് ദ പാറ്റേൺ. ഈ സംഖ്യാക്രമത്തിലെ 5ാമത്തെ വരി എഴുതുക. ഇവിടെ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? ആദ്യം 1, രണ്ടാമത്തെ ലൈനിൽ 2, 3, മൂന്നാമത്തെ ലൈനിൽ 4, 5, 6, നാലാമത്തെ ലൈനിൽ 7, 8, 9, 10. ഇവിടെ പോകുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന എണ്ണൽ സംഖ്യയിലൂടെയാണ് നമ്പേഴ്സ് പോകുന്നത്. ഇവിടെ ഒന്നാമത്തെ ലൈനിൽ നോക്കിയാൽ മനസ്സിലാവും ഒരു നമ്പർ ഉള്ളൂ. രണ്ടാമത്തെ ലൈനിലോ 2 നമ്പർ, മൂന്നാമത്തെ ലൈനിലാണെങ്കിലോ 3 സംഖ്യകൾ, നാലാമത്തെ ലൈനിൽ 4 സംഖ്യകൾ. അപ്പൊ 5ാമത്തെ ലൈൻ എങ്ങനെ എഴുതാം? 10 കഴിഞ്ഞാൽ 11, 12, 13, 14, 15. അതായത് 5ാമത്തെ ലൈനിൽ 5 സംഖ്യകൾ. അതായത് 5th ലൈൻ അപ്പൊ എന്ത് വരും? 11, 12, 13, 14, 15. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ ദ 10th ലൈൻ? അതായത് 10ാമത്തെ വരിയിൽ എത്ര സംഖ്യകൾ ഉണ്ടാവും? ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ ലൈനിൽ 1 സംഖ്യ, രണ്ടാമത്തെ ലൈനിൽ 2 സംഖ്യ, മൂന്നാമത്തെ ലൈനിൽ 3 സംഖ്യ, നാലാമത്തെ ലൈനിൽ 4 സംഖ്യ, 5ാമത്തെ ലൈനിൽ നമ്മൾ എന്ത് ചെയ്തു? 5 സംഖ്യ എഴുതി. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ലൈനിൽ അഥവാ 10ാമത്തെ വരിയിൽ എത്ര സംഖ്യകൾ ഉണ്ടാവും? 10 സംഖ്യകൾ ഉണ്ടാവും. 10 നമ്പേഴ്സ് അഥവാ 10 സംഖ്യകൾ. ഇനി മൂന്നാമത്തെ ചോദ്യം, ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ ദ ഫസ്റ്റ് 10 ലൈൻസ് ഓൾ ടുഗദർ? അതായത് ഇവിടെ നമ്മൾ 5th ലൈൻ എഴുതി. ഇനി ഇതുപോലെ 6th ലൈന്, 7th ലൈന്, 8th ലൈന്, 9th ലൈന്, 10th ലൈന് വരെ എഴുതുകയാണെങ്കിൽ ആ 10 ലൈന് കംപ്ലീറ്റ് ആവുമ്പോൾ എത്ര സംഖ്യകൾ, ഇവിടെ 1, 2, 3, 4, 5, 6 അങ്ങനെ എത്ര സംഖ്യകൾ വന്നിട്ടുണ്ടാവും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഒന്നാമത്തെ ലൈനിൽ എത്ര സംഖ്യകളുണ്ട്? 1 സംഖ്യ. രണ്ടാമത്തെ ലൈനിൽ 2 സംഖ്യ.
മൂന്നാമത്തെ ലൈനിൽ 3 സംഖ്യ, നാലാമത്തെ ലൈനിൽ 4 സംഖ്യ, അഞ്ചാമത്തെ ലൈനിൽ 5 സംഖ്യ, ആറാമത്തെ ലൈനിൽ എത്രയായിരിക്കും 6 സംഖ്യകൾ ഉണ്ടാവും, ഏഴാമത്തെ ലൈനിൽ 7 സംഖ്യകൾ ഉണ്ടാവും, എട്ടാമത്തെ ലൈനിൽ 8 സംഖ്യകൾ ഉണ്ടാവും, ഒൻപതാമത്തെ ലൈനിൽ 9 സംഖ്യകൾ ഉണ്ടാവും, അതുപോലെ 10ാമത്തെ ലൈനിൽ 10 സംഖ്യകൾ ഉണ്ടാവും. അപ്പൊ ഇത്രയും സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ടോട്ടൽ 10 ലൈനുകളിലായിട്ട് എത്ര സംഖ്യകൾ ഉണ്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ കൂട്ടാം? ഇവിടെ എണ്ണൽ സംഖ്യകളാണ് കൂട്ടുന്നത്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് അഥവാ തുക കാണാൻ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2. ഇതിൽ n എന്ന് പറയുന്നത് എത്ര സംഖ്യകൾ ഉണ്ടോ അതാണ് n എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്നതാണ്. ഓക്കെ, ആ സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഈക്വൽ ടു n എന്ന് പറയുന്നത് ഇവിടെ 10 സംഖ്യകളാണല്ലോ. അപ്പൊ 10 ഇൻറ്റു 10 പ്ലസ് 1/2 ഈക്വൽ ടു 10 ഇൻറ്റു 10ൽ കൂടെ 1 കൂട്ടിയാൽ 11/2. 10 ഗുണിക്കണം 11 എത്രയാ? 110/2. 110ന്റെ പകുതി 55. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 അങ്ങനെ 10ാമത്തെ ലൈന് വരെ എത്രയുണ്ടാവും? 55 നമ്പേഴ്സുകൾ ഉണ്ടാകും. ക്ലിയർ ആയില്ലേ? ഇനി 4ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദ 11th ലൈൻ? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി 10ാമത്തെ ലൈനിലെ ലാസ്റ്റ് നമ്പർ 55 ആയിരിക്കും. കാരണം ടോട്ടൽ 55 നമ്പേഴ്സുകളാണ് 10 ലൈന് കംപ്ലീറ്റ് ആവുമ്പോൾ ആവുന്നത്. ഓക്കെ, അപ്പൊ 11ാമത്തെ ലൈനിൽ എത്രാമത്തെ നമ്പർ ആയിരിക്കും ആദ്യം വരുന്നത്? ഈ 55ന് ശേഷമുള്ള നമ്പർ ഏതാ? 56. ഓക്കെ, അപ്പൊ 55ലാണ് 10th ലൈൻ അവസാനിക്കുക. അങ്ങനെയാണെങ്കിൽ 11th ലൈൻ അഥവാ 11ാമത്തെ വരി തുടങ്ങുന്നത് 56ല്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം. What is the remainder on dividing the terms of the arithmetic sequence 100, 109, 118, etc. by 9? 100, 109, 112, etc. എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളെ 9 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എന്താണ്? ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എടുത്ത് എഴുതാം. 100, 109, 118, etc. ഇനി ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ പദങ്ങളെ 9 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്താൽ മതി? ഇതിൽ ഏതെങ്കിലും ഒരു ടേം എടുക്കണോ? നമുക്ക് ആദ്യത്തെ ടേം തന്നെ എടുക്കാം. 100. 100നെ 9 കൊണ്ട് ഹരിക്കുന്നു. 1ൽ 9 ഉണ്ടോ? ഇല്ല. 10ൽ എത്ര 9 ഉണ്ട്? 1. 1 ഗുണിക്കണം 9, 9. 10ൽ നിന്നും 9 പോയാൽ 1. 0 ഇറക്കി എഴുതി. വീണ്ടും 10ൽ എത്ര 9 ഉണ്ട്? 1. 1 ഗുണിക്കണം 9, 9. 10ൽ നിന്നും 9 പോയാൽ ശിഷ്ടം 1. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ടേംസ് അഥവാ പദങ്ങളെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം അഥവാ റിമൈൻഡർ എത്രയാണ്? 1 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ സീക്വൻസ് ഓഫ് 3-digit നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9. 9ന്റെ ഗുണിതങ്ങളായ 3 അക്ക സംഖ്യകളുടെ ശ്രേണി എഴുതുക. 3 അക്ക സംഖ്യകൾ അഥവാ 3-digit നമ്പേഴ്സ് തുടങ്ങുന്നത് 100 മുതലാണ്. 100, 101, 102, 103, 104, 105, 106, 107, 108, 109, എക്സെട്ര. അങ്ങനെ 999 വരെയാണ് 3-digit നമ്പേഴ്സ് അഥവാ 3 അക്ക സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു സീക്വൻസ് അഥവാ ശ്രേണി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ശ്രേണിയുടെ പ്രത്യേകത എന്തായിരിക്കണം? അതിലെ നമ്പേഴ്സുകൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 ആയിരിക്കണം. അതായത് 9ന്റെ ഗുണിതങ്ങളായിരിക്കണം. ഒരു സംഖ്യ 9ന്റെ ഗുണിതമാണ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ആ സംഖ്യയെ 9 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് അഥവാ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ അഥവാ ശിഷ്ടം നമുക്ക് 0 ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇവിടെ 100നെ 9 കൊണ്ട് ഹരിച്ച സമയത്ത് നമുക്ക് റിമൈൻഡർ അഥവാ ശിഷ്ടം 1 അല്ലേ കിട്ടിയത്? ഇതുപോലെ 0 റിമൈൻഡർ അഥവാ ശിഷ്ടം കിട്ടുന്നത് എങ്കിൽ അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 അഥവാ 9ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ നമ്പേഴ്സിൽ 9ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. എങ്കിലല്ലേ നമുക്ക് അതിന്റെ ശ്രേണി എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. 100 9ന്റെ ഗുണിതമാണോ? അല്ല. കാരണം 100നെ 9 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് റിമൈൻഡർ 1 ആണ് കിട്ടിയത്.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്പേഴ്സിനെ 9 കൊണ്ട് ഹരിക്കുന്ന സമയത്തുള്ള റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടം ഇതിന് മുകളിലായിട്ട് എഴുതാം. അപ്പൊ 100നെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ 1 അല്ലേ കിട്ടിയത്. ഇനി 101നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ് കിട്ടിയത്? അത് നമുക്ക് കണക്ക് കൂട്ടി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ജസ്റ്റ് ഒരു ട്രിക്ക് ഉണ്ട്. എന്താണ്? 1 അല്ലേ, അത് കഴിഞ്ഞാൽ 2, അത് കഴിഞ്ഞാൽ 3, 4, 5, 6, 7, 8, പിന്നെന്താ വരുന്നത്? 9 അല്ലേ. ഇവിടെ 9 കൊണ്ട് ഹരിക്കുന്ന സമയത്താണല്ലോ നമുക്ക് റിമൈൻഡർ അഥവാ ഈ ശിഷ്ടങ്ങൾ കിട്ടുന്നത്. അപ്പൊ 9 എന്ന് വരുന്നതിന് സ്ഥാനത്ത് 0, എന്നിട്ട് വീണ്ടും 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ പോകും. 9ന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കും? 0. എന്നിട്ട് വീണ്ടും 1 മുതൽ 8 വരെ റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടം പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോ ഇവിടെ 6ന്റെ ഗുണിതമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം 100നെ 6 കൊണ്ട് ഹരിക്കും. ആ സമയത്ത് എത്രയാണോ ശിഷ്ടം കിട്ടിയത്, ഇപ്പോ 4 കിട്ടിയത് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ തൊട്ടപ്പുറത്ത് 5 വരും. 6ന്റെ സ്ഥാനത്ത് എന്ത് വരും? 0. വീണ്ടും റിപ്പീറ്റ് ചെയ്യും. 1, 2, 3, 4, 5 എന്നിട്ട് 0 ആവും. വീണ്ടും അങ്ങനെയാണ് അതിന്റെ റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടങ്ങൾ. നിങ്ങൾക്ക് കൂടുതൽ ഹരിച്ചുകൊണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഇങ്ങനെ നോക്കുന്ന സമയത്ത് 105നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 6 റിമൈൻഡർ, 106നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 7 റിമൈൻഡർ, 107നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 8 റിമൈൻഡർ, 108നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 0. അപ്പൊ 9ന്റെ മൾട്ടിപ്പിൾ ആയ അഥവാ ഗുണിതമായ ആദ്യത്തെ 3 അക്ക സംഖ്യ ഏതാണ്? 108. അപ്പൊ നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 108. അടുത്ത പദം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് ഇങ്ങനെ തന്നെ പോയി കണ്ടുപിടിക്കാം. അല്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി? 9ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 9 കൂട്ടി എഴുതിയാൽ മതി. അതായത് 108ന്റെ കൂടെ 9 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ? 117. 117ന്റെ കൂടെ വീണ്ടും 9 കൂട്ടിയാൽ 126 എക്സെട്ര. ഇതാണ് 9ന്റെ മൾട്ടിപ്പിൾസ് അഥവാ ഗുണിതങ്ങളായ 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 999 ഇൻ ദ അരിത്മെറ്റിക് സീക്വൻസ് ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9? അതായത് നമ്മളിപ്പോ പുതിയൊരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതിയല്ലോ, 108, 117, 126 എക്സെട്ര. ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഒരു ടേം ആയിരിക്കും 999. കാരണം എന്താ? 999നെ 9 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ശിഷ്ടം എത്രയായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 999 മൾട്ടിപ്പിൾസ് ഓഫ് 9 അതുപോലെ 3 ഡിജിറ്റ് നമ്പറുമാണ്. അതുകൊണ്ട് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ ഈ ഒരു ടേമും ഉണ്ടാവും. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പൊസിഷൻ ഓഫ് 999, അതായത് 999 ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അത് എങ്ങനെ? nth ടേമിന്റെ ഇക്വേഷൻ പ്രകാരമാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്. nth ടേം 999 ആണ്. ഈ n-ന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. nth ടേമിന്റെ ഇക്വേഷൻ എന്താ? f plus n minus 1 into d equal to 999. ഇനി നമുക്ക് f-ന്റെയും d-ന്റെയും വാല്യൂസ് ഇട്ട് കൊടുത്ത് ഈ ഒരു ഇക്വേഷനിൽ നിന്നും n-ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ f എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 108 പ്ലസ് n minus 1 into d അഥവാ കോമൺ ഡിഫറൻസ്. ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് എന്താണ്? 108ന്റെ കൂടെ പ്ലസ് 9 ചെയ്തപ്പോഴാണ് 117 കിട്ടിയത്. 117ന്റെ കൂടെ വീണ്ടും 9 കൂട്ടിയപ്പോഴല്ലേ 126 കിട്ടിയത്. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 9 ഈക്വൽ ടു 999. ഇനി 108 പ്ലസ് 9 ഇൻറ്റു n 9n, അതായത് ഈ 9നെ n-1 എന്ന ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള സംഖ്യകളിലേക്ക് ഗുണിക്കുകയാണ്. ഇനി 9 ഇൻറ്റു -1 എന്ത് വന്നു? -9 ഈക്വൽ ടു 999. ഇനി 108ൽ നിന്ന് 9 പോയാൽ എത്രയാണ്? 99 പ്ലസ് 9n ഈക്വൽ ടു 999. ഇനി നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ 9n മാത്രം ഇവിടെ നിർത്തി ഈ 99നെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ 9n ഈക്വൽ ടു 999 മൈനസ് 99. 999ൽ നിന്നും 99 പോയി കഴിഞ്ഞാൽ എത്രയാ? 900. അപ്പൊ 9n ഈക്വൽ ടു 900 എന്ന് കിട്ടി. നമുക്ക് n-ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. n-നെ അവിടെ നിർത്തി ഈ ഗുണിക്കണം 9 ഗുണിക്കണം n അല്ല. അപ്പൊ ഈ 9 ഈ സൈഡിലേക്ക് പോയാൽ ഹരണമാവും. അതായത് 900 ഹരിക്കണം 9. 900 ഹരിക്കണം 9 എത്രയാ? 100. അതായത് n-ന്റെ വാല്യൂ 100 ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 100th ടേം, ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ 100th ടേം അഥവാ 100ാം പദമാണ് 999. അപ്പൊ നമുക്ക് 100th ടേം അഥവാ 100ാം പദം എന്ന് ഉത്തരം എഴുതാം.
ക്ലിയർ ആയില്ലേ? ഇത്രയും ചോദ്യങ്ങളാണ് 2021 SSLC മാത്സ് എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ 2020 SSLC എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക്